ആരതീസ് കിച്ചൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അതും പൊട്ടറ്റോ ഇല്ലാതെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പൊട്ടറ്റോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇത് ഗോതമ്പ് ആട്ടയാണ്. ഗോതമ്പ് മാവ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഇത് മൾട്ടിഗ്രെയിൻ്റെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത് 1/4 കപ്പ് കടലമാവാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദ. അപ്പോൾ ഇതെല്ലാം കൂടി 1 കപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂൺ എള്ളെടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് എള്ളുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമുണ്ട്. ഇത് അജുവൈൻ, കാരം സീഡ്, അരിമോദകം 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളം വേണം. വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇടാനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടർ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 1 കപ്പ് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബട്ടർ ഒന്ന് മെൽറ്റാകുന്നതിന് വേണ്ടിയാണ്. അപ്പം തിളക്കണമെന്നൊന്നുമില്ല. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം യൂസ് ചെയ്തിട്ട് വേണം, നമുക്ക് ഉപയോഗിച്ച് വേണം നമുക്കിത് നനച്ചെടുക്കാൻ പറ്റും. നമുക്ക് പൊടി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പൊട്ടറ്റോ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെയുള്ള ഒരു ഈവനിങ് സ്നാക്ക് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് മെൽറ്റായിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് 1 സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഈ വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായതുകൊണ്ട് നമുക്കൊരു സ്പൂണ് ഉപയോഗിച്ച് നമുക്കിതിനെ യോജിപ്പിക്കാം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ആട്ട നനച്ചെടുക്കത്തില്ലേ, ആ പരുവത്തിൽ നമുക്ക് ആട്ട നനച്ചെടുക്കണം. പൊടി ആ കൺസിസ്റ്റൻസിയിൽ നനച്ചാൽ മതി. ഞാൻ 1 കപ്പ് വെള്ളമായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ തന്നെ ആവശ്യം വരുന്നില്ല. നമുക്ക് നമ്മുടെ കൈകൊണ്ട് നമുക്ക് യോജിപ്പിക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് നമ്മുടെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്കിത് 10 മിനിറ്റിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ആട്ട റെഡി ആയിരിപ്പുണ്ട്. നമുക്കതിൽ നിന്ന് ഡിവൈഡ് ചെയ്യാം കുറച്ച് വലുതായിട്ട്. ഇവിടെ ഞാനൊരു കടായിൽ എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ നമുക്ക് കട്ടിക്ക് ഇതിൽ വെച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പ്ലീസ്.
ഇത് കുറച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതല്ല, അതിലേക്കാൾ കുറച്ചും കൂടെ കട്ടിയിൽ നമുക്ക് ഇത് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് കത്തി ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഈ 4 വശം ഒന്ന് കട്ട് ചെയ്തിടാം. ഇത് നമുക്ക് പിന്നെ ഈ മറ്റതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം എണ്ണ അവിടെ ചൂടാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് നോക്കാം, ഫ്രഞ്ച് ഫ്രൈസ് പോലില്ലേ. ഇതെടുത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊട്ടറ്റോ ഒന്നും ഇല്ലാതെ മൾട്ടിഗ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ നോക്കാം ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഈ റെസിപ്പി. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിടാം. കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പതിയെ. പിന്നെ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയത് 2 weeks ഒക്കെ വെച്ചാൽ നല്ല എയർ ടൈറ്റ് ജാറിൽ വെച്ച് കഴിഞ്ഞാൽ അഴുക്കാകത്തില്ല. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം, സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. അതുപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പോ മയോനൈസോ എന്നത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.